ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സബന്യാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നോൺ വെജുകാരുടെ ചങ്കാണ് സോയ ചങ്ക്സ് എന്ന് പറയാറുണ്ട്. ഉച്ചയൂണിനൊപ്പം നോൺ വെജൊക്കെ കൂട്ടിക്കഴിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും പലരും. എന്നാൽ മീനോ ചിക്കനോ ഇല്ലെങ്കിൽ എന്താ, അതിൻ്റെ പകരക്കാരനാണ് നമ്മുടെ ഈ സോയ ചങ്ക്സ്. സോയ ചങ്ക്സ് കൊണ്ട് പല വിഭവങ്ങളും നാം തയ്യാറാക്കാറുണ്ട്. അതിലൊന്നാണ് സോയ ഫ്രൈ. നോൺ വെജ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സോയ ചങ്ക്സ് ഫ്രൈ നല്ലൊരു സൈഡ് ഡിഷാണ്. മാംസത്തിന് തുല്യമായ പ്രോട്ടീൻ ലഭ്യമായ പകരക്കാരനാണ് ഈ സോയ ചങ്ക്സ്. സോയ ചങ്ക്സ് കൊണ്ട് കിടിലൻ ഫ്രൈ ആണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോയ ചങ്ക്സ് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ആവശ്യത്തിനുള്ള സോയാബീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ച നല്ല ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ സോയാബീനൊക്കെ ഇപ്പം നല്ല ഹാർഡായിട്ടാണുള്ളത്. അതൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഈ സോയാബീനൊക്കെ നല്ലതുപോലെ സോഫ്റ്റായി കിട്ടും. നമ്മുടെ ഈ സോയാബീൻ അധിക സമയമൊന്നും വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ സോയാബീൻ നന്നായി പിഴിഞ്ഞ് കഴുകിയെടുക്കണം. അപ്പോൾ ചൂടുവെള്ളത്തിൽ നന്നായി കഴുകിയെടുത്തതിന് ശേഷം 2-3 തവണ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇതുപോലെ പിഴിഞ്ഞെടുക്കണം. നമ്മൾ ചേർക്കുന്ന മസാലകളൊക്കെ ഇതിൽ പിടിക്കണമെങ്കിൽ ഇതിലുള്ള വെള്ളമൊക്കെ നന്നായി കളഞ്ഞിട്ട് വേണം ഇത് തയ്യാറാക്കാനായിട്ട്. നമ്മുടെ സോയാബീനിലുള്ള വെള്ളമൊക്കെ നന്നായി പിഴിഞ്ഞെടുത്ത് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുത്തതാണ്. കൂടെ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പാണ്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മസാലപ്പൊടികളാണ്. ഞാനിവിടെ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇവയെല്ലാം ഒന്ന് ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് മസാലപ്പൊടികളൊക്കെ ഇതിൽ നന്നായി പിടിച്ചു വരും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ സോയാബീനൊക്കെ ചേർത്ത് കൊടുക്കാം. കൂടെ ഇതിലേക്ക് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള കറിവേപ്പിലയാണ്. ഇനി ഈ സോയാബീനൊക്കെ എണ്ണയിൽ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ സോയാബീൻ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അധികം എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മുടെ മീനൊക്കെ പൊരിക്കുന്ന സമയത്ത് അല്പം എണ്ണ മാത്രമല്ലേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതും ചെയ്തെടുത്താൽ മതി. ചിലരൊക്കെ സോയാബീൻ ഡീപ് ഫ്രൈ ചെയ്തിട്ടായിരിക്കും തയ്യാറാക്കി എടുക്കുന്നത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ അല്പം എണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മുടെ സോയാബീൻ വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഓയിലൊക്കെ നന്നായി പിടിച്ചെടുക്കും. ആവശ്യത്തിനുള്ള എണ്ണ മാത്രം ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്നതാണ് ഏറ്റവും നല്ലത്. എണ്ണ അധികം ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതൊന്നുമല്ല. വളരെ കുറച്ച് എണ്ണ മാത്രം ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മുടെ സോയാബീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നോൺ വെജൊക്കെ കഴിക്കാത്തവർക്ക് ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് ഇന്നത്തെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ലോഗ്.